ഇന്നാണ് കേട്ടോ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. രാവിലെ ബസ്സിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഉടനെ തന്നെ പാക്കിങ് തുടങ്ങി. എൻ്റെയും കുട്ടികളുടെയും ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി കട്ടിലേൽ അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബാഗ് എടുത്തിട്ട് അതിലേക്ക് ആക്കി വെച്ചു കേട്ടോ. പിന്നെ വേറെയും കുറേ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു. അതെല്ലാം പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നമുക്കിന്ന് പള്ളിയിൽ ചോറ് കൊടുക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ഉച്ചയായപ്പോഴത്തേക്ക് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെ എത്തിയപ്പോൾ തന്നെ ക്യൂ നിന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആളുകൾ. നമ്മൾ പിന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. കാരണം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളെ കൊണ്ട് ഇപ്പോഴേ നിൽക്കേണ്ട, കുറച്ച് സമയം കഴിയുമ്പോഴേ കൊടുത്തു തുടങ്ങും എന്നുള്ളത്. അങ്ങനെ കൊടുത്തു തുടങ്ങിയ സമയത്താണ് നമ്മൾ ക്യൂവിൽ നിൽക്കുന്നത്. അത്യാവശ്യം വലിയ ക്യൂ ആയിരുന്നു, ആളുകളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് പേരെ വെച്ചിട്ടാണ് അവർ കയറ്റി വിടുന്നുണ്ടായിരുന്നത്. അതിൻ്റെ ചോറൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഈ പള്ളിയിലെ ചോറ് എന്ന് പറയുന്ന ഒരു വികാരമാണല്ലേ. ഈ ഒരു ടേസ്റ്റ് വേറെ എവിടെ നിന്ന് കഴിച്ചാലും കിട്ടില്ല. ഒരു പ്രത്യേക രുചിയാണ് പള്ളിച്ചോറിന്. നമ്മുടെ നാട്ടിലേക്കൊക്കെ കൂടുതലും തേങ്ങാച്ചോറൊക്കെയാണ് കേട്ടോ കൊടുക്കുന്നത്. ഇവിടെ നെയ്ച്ചോറാണ്. എന്തായാലും ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ ചോറൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഉടനെ തന്നെ കഴിച്ചു കേട്ടോ. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ.